വാർ ടുവിൻ്റെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കണ്ട സമയത്ത് ഒട്ടും ഒറിജിനാലിറ്റി ഇല്ലാത്ത ശോകം വിഷ്വൽ എഫക്ട്സ് ഉള്ള ആർക്കും ഊഹിക്കാൻ പറ്റുന്ന സ്റ്റോറി ലൈനുള്ള സിനിമയായിട്ടാണ് തോന്നിയത്. ഇതെല്ലാം ഒരു ഹൈപ്പ് കുറയ്ക്കാനുള്ള ടെക്നിക്ക് ആയിരിക്കും. പടം വരുമ്പോൾ നമ്മൾ ഊഹിച്ചതിൻ്റെ മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും കിട്ടുമെന്നൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ പടത്തിൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ട്രെയിലറും ടീസറും ഒക്കെ എത്രയോ മികച്ചതായിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സിനിമയാണ് അയാൻ മുഖർജി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആദിത്യ ചോപ്ര എഴുതിയിട്ടുള്ള കഥയും അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വിഷ്വൽ എഫക്ട്സ് കമ്പനിയും ആരേറ്റവും മോശമാക്കുമെന്ന് അതിശക്തമായിട്ട് മത്സരിക്കുന്ന വാർ ടു അസഹനീയവുമാണ്. ചിലപ്പോഴൊക്കെ അസ്ഥാനത്ത് ചിരിക്കാനുള്ള വകുപ്പും തരുന്നുണ്ട്. സ്പൈ യൂണിവേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നതായിരിക്കും, കബീർ ഇപ്പോൾ റോഗ് ഏജന്റാണ്. ആർക്കൊക്കെയോ വേണ്ടി ആളുകളെ കൊന്ന് കാശുണ്ടാക്കി ജീവിക്കുന്ന മെഴ്സണറിയാണ് ആശാൻ ഇപ്പോൾ. അങ്ങനെ പോകുന്ന ആളെ തേടി ഇലുമിനാറ്റി പോലെ കലി കാർട്ടൽ എന്നൊരു ഗ്രൂപ്പ് വരും. അതിൽ കബീറിനോട് ചേരാൻ പറയുകയും ലോയൽറ്റി തെളിയിക്കാൻ ഒരു കാര്യം ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. ആ ഒരു സംഭവത്തോടെ ഇന്ത്യൻ സ്പൈ ഏജൻസിക്ക് കബീറിനെ പിടിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് കാര്യം പോകും. അങ്ങനെ കബീറിനെ പിടിക്കാൻ വേണ്ടി വിക്രം ചേലാപതി എന്ന് പറയുന്ന ഒരു പുതിയ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നതാണ് വാർ ടൂവിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ രണ്ട് മേജർ സൂപ്പർ സ്റ്റാറുകളെ ഒരു സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന പോലെ കാണിച്ചാൽ പടത്തിൽ അവർ രണ്ടുപേരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒന്നിക്കുമെന്നത് ആർക്കും ഊഹിക്കാവുന്ന ഒരു സംഭവമാണ്. ഇപ്പം ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിലും ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ പോലത്തെ സിനിമകളിലും ഒക്കെ സമാനമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റോറി സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഒരു തരത്തിലുള്ള ഇമാജിനേഷനും ഇല്ലാത്തതാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം. പടം തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഒരു ആർട്ടിക് ഫോക്സിൻ്റെ കൂടെ സ്ലോ മോഷനിൽ നടന്നു വരുന്ന നമ്മുടെ നായകനെയാണ്. അതൊരു സ്വാഡ് ഫൈറ്റ് ആവുകയും ഒരു എക്സ്പ്ലോഷനിൽ അവസാനിക്കുകയും ചെയ്യും. ആ മൊത്തം സീക്വൻസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടാൽ തന്നെ ബാക്കി പടത്തിലുള്ള വിശ്വാസം ഇല്ലാതാവും. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് തലയിൽ കൈവച്ച് പോകുന്ന തരം ഇമാജിനേഷനുകളുടെ കുത്തൊഴുക്കാണ്. ഒരു കപ്പലിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ജൂനിയർ NTR തോക്കും പാരച്യൂട്ടും ഷർട്ടും ഒക്കെ ഊരിക്കളഞ്ഞിട്ട് ഭാരം കുറച്ചിട്ട് ഡ്രോണിൽ ചാടി തൂങ്ങിപ്പോയിട്ട് അവരെ രക്ഷിക്കുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ ജൂനിയർ NTR F1 ട്രാക്കിൽ റേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ കാറല്ല ബോട്ട് ഓടിക്കുന്നുണ്ട്. ആ ഒരു ബോട്ട് ചേസ് പോയിട്ടുള്ള രീതി നോക്കുകയാണെങ്കിൽ ആ സീൻ വിൻ ഡീസലും ജോസഫ് കൊസിൻസ്കിയും കണ്ടാൽ രണ്ടുപേരും തലയ്ക്ക് കൈവച്ചു പോകും. ഈ ടോം ക്രൂയിസ് സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് സ്റ്റണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ ചുമ്മാ പ്രൊമോഷൻ പരിപാടിയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സേഫായിട്ട് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഗ്രാഫിക്സ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള നല്ല മറുപടിയാണ് ഒരർത്ഥത്തിൽ വാർ ടു. ഈ പടത്തിലെ ഏതാണ്ട് എല്ലാ സീനിലും എന്തെങ്കിലും ഒരു ഗ്രീൻ സ്ക്രീൻ എലമെൻ്റ് ഉണ്ടാകും. അതുണ്ടാക്കുന്ന കല്ലുകടി ചില്ലറയൊന്നുമല്ല. ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു ട്രെയിനിൻ്റെ മുകളിലൂടെ കാർ ഓടിക്കുന്ന സീനുണ്ട്. ഈ സീനിൽ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ളത് കണ്ടാൽ മനസ്സിലാകും ഗ്രാഫിക്സിലൂടെ ഈ സീക്വൻസ് എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്ന് ഈ അഭിനയിച്ചിട്ടുള്ളവർക്കൊന്നും ഒരു ധാരണയുമില്ല. ആ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. റിയൽ ഫുട്ടേജിൽ നിന്ന് CGI ഫുട്ടേജിലേക്ക് സിനിമ മാറുന്നത് എളുപ്പത്തിൽ മനസ്സിലാവും. കാണുന്നവന് തലവേദന തരുന്ന തരത്തിലുള്ള ഇങ്ങനത്തെ ലോജിക് ഇല്ലാത്ത പല സാധനത്തിനും ഇവർ കോടികൾ മുടക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഫ്ലാഷ് ബാക്ക് എന്നും പറഞ്ഞ് 1999 കാണിക്കുമ്പോഴുള്ള ട്രെയിൻ വന്ദേ ഭാരത് ഉണ്ടാക്കിയതിന് തൊട്ട് മുന്നിലുള്ള ബാച്ചിൽ ഉണ്ടാക്കിയ കോച്ചുകളുള്ള ട്രെയിനാണ്. മിനിമം ഇന്ന് ട്രാക്കിൽ ഓടുന്ന ഏറ്റവും പഴയ ട്രെയിൻ ഉപയോഗിക്കാനുള്ള സെൻസ് പോലും ഇതുണ്ടാക്കിയവർക്കില്ല. സംവിധായകൻ്റെതായ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരിക എന്ന് പറയുന്ന പരിപാടിക്കൊന്നും അയാൻ മുഖർജി ശ്രമിച്ചിട്ടേയില്ല. ഇതിനു മുന്നേ ഈ യൂണിവേഴ്സിലെ സിനിമകൾ ചെയ്തിട്ടുള്ള സിദ്ധാർത്ഥ് ആനന്ദ് ഉണ്ടാക്കുന്ന അതേ കളർ പാലറ്റിലും അതേ തരം ഇമാജിനേഷനുകളിലും തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ നടക്കുന്നത്. പഴയ വാറിലെ മുഖം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് കണ്ടിട്ടുള്ള ആരും മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈ സിനിമയിലെ ഇൻ്റർവെൽ ട്വിസ്റ്റ് തുടങ്ങിയപ്പോൾ ചെറിയൊരു പ്രതീക്ഷ തന്നിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകും തോറും എല്ലാ പ്രതീക്ഷകളെയും കളയുന്ന ഒന്നാക്കി മാറ്റി. തിരക്കഥ എഴുതുന്നവർ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുഴികുത്തി മൂടിയിട്ടുള്ള ഒരു ട്രോപ്പാണ് അവർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പണ്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് ടഷൻ എന്നൊരു ബോക്സ് ഓഫീസ് ബോംബ് യഷ്രാജ് ഫിലിംസ് ഉണ്ടാക്കിയിരുന്നു. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണ് തോന്നുന്നത്. ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആരാണ് എങ്ങനെയാണ് അപ്രൂവ് ചെയ്ത് വിടുന്നത് എന്ന് തോന്നാറില്ലേ? ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ പ്രൊഡ്യൂസർ തന്നെയാണ് കഥ എഴുതുന്നതെങ്കിൽ അങ്ങനത്തെ കാര്യമൊക്കെ സംഭവിക്കും എന്നത് വാർ ടു കണ്ടാൽ മനസ്സിലാകും. പാട്ടുകൾ അത്ര ഓർത്തിരിക്കാൻ പാകത്തിനുള്ളവയായിട്ട് തോന്നിയിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 2 ഡാൻസർമാരായിട്ടുള്ള നടന്മാരെ കിട്ടിയിട്ട് ആ പാട്ട് ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഒന്നുമല്ലാതായിപ്പോയി. ഹൃത്തിക് റോഷനെ സംബന്ധിച്ചിടത്തോളം വാർ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസ് അദ്ദേഹത്തിന് സ്വന്തം ശരീരം കാണിക്കാനുള്ള ഒരു സിനിമയാണ്. പുള്ളിയുടെ ഗ്രീക്ക് ഗോഡ് ലുക്കിനെ പരമാവധി മുതലെടുക്കാൻ നോക്കുന്ന പടം അദ്ദേഹത്തിന്റെ ബൈസെപ്സ് മാത്രം ഇൻട്രൊഡക്ഷൻ ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. ഇറുങ്ങിയ കണ്ണുകളോടെ സ്ലോ മോഷനിൽ അടിപൊളിയായിട്ട് പല ഡ്രസ്സ് ഇട്ട് നടക്കുക, ഇടയ്ക്ക് ലേശം ഫൈറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് പുള്ളിക്ക് ഈ സിനിമയിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഈ യൂണിവേഴ്സിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ജൂനിയർ NTR ടെമ്പർ പ്രശ്നമുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. കവിളൊക്കെ വിറച്ച് ഡയലോഗ് പറയുന്ന പുള്ളിയുടെ ശൈലിയും അധികം ശരീരം അനക്കാതെ ഷാർപ്പായിട്ട് നോക്കുന്ന ഹൃത്തിക് റോഷന്റെ ശൈലിയും ചില സ്ഥലത്ത് ഒത്തുപോകുന്നുണ്ടെങ്കിലും ചില ഭാഗത്ത് കോമഡിയായി പോകുന്നുണ്ട്.
കിയാറ അദ്വാനി അവതരിപ്പിക്കുന്ന കാവ്യ എന്ന കഥാപാത്രത്തിന് സിനിമയിലെ ചില ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധമുണ്ട്. എന്നിരുന്നാലും സിനിമയിലേക്ക് വരുമ്പോൾ സ്ഥിരം ഗ്ലാമർ കാണിക്കാനുള്ള നായിക തന്നെയാണ് ഏറെക്കുറെ. തുടക്കത്തിലൊന്ന് വന്നതിന് ശേഷം കുറേ നേരം പുള്ളിക്കാരി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു അഡ്രസ്സും ഇല്ല. സ്ക്രീൻ ടൈമിന്റെ കാര്യം പറയുമ്പോൾ സമാനമായ അവസ്ഥ തന്നെയാണ് അനിൽ കപൂർ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ റോഫ് ചീഫിന്റെ കഥാപാത്രത്തിനും. ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള നായക കഥാപാത്രങ്ങളുടെ ആഗോള സമ്മേളനം ആയതുകൊണ്ട് YRF സ്പൈ യൂണിവേഴ്സിലെ സിനിമകളൊന്നും തന്നെ ഫിസിക്സിനെയും ലോജിക്കിനെയും കാര്യമായി ഗൗനിച്ചിരുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വാർ 2ലേക്ക് വരുമ്പോഴേക്കും ഇമോഷണൽ സീൻസ് ഹാൻഡിൽ ചെയ്യുന്നതിലും ഈ ഒരു എന്തിനോ വേണ്ടി എന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ട്. ഈ പടം കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ആരെങ്കിലും തിയേറ്റർ വിട്ടിറങ്ങുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വ്യക്തി മിക്കവാറും യൂട്യൂബിൽ റോസ്റ്റ് ചാനൽ നടത്തുന്ന ആരെങ്കിലും ആയിരിക്കും. 400 കോടിയുടെ ഈ ഗ്രീൻ സ്ക്രീൻ ദുരന്തം അത്തരത്തിലുള്ളവർക്ക് 3 മണിക്കൂറിൻ്റെ കോണ്ടന്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്